ഹായ് ഗായ്സ്, ഞങ്ങളുടെ ഹോം ഗാർഡൻ, അതിൻ്റെ ഡിസൈൻ, ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, പർപ്പസ്, മെയിൻ്റനൻസ് ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. ജോയുടെ ഫേവറേറ്റ് സ്പോട്ടാണിത്. ഇവിടെയാണ് പകൽ മുഴുവൻ അവനിരിക്കുക. ഫുഡ് കഴിക്കാൻ അകത്ത് പോയാൽ വേഗം തിരിച്ചു വന്ന് ഇതേ പ്ലേസിൽ തന്നെ ഇരിക്കും. ഇവിടെ ഇരുന്നാൽ ഇവിടെ നടക്കുന്ന കാഴ്ചകളെല്ലാം കാണാം. മുറ്റത്തൂടെ പോകുന്നവരെ, റോഡിൽ കൂടെ പോകുന്നവരെ എല്ലാം നന്നായിട്ട് കാണുകയും ചെയ്യാം. ഇതായിരുന്നു ഞങ്ങളുടെ പഴയ മുറ്റം. ബേബി മെറ്റിലും ചെടികളെല്ലാം ചട്ടിയിലുമായിരുന്നു. ഡിസൈൻ ഫൈനലാക്കിയ ശേഷം ആദ്യമേ ടൈലെല്ലാം ലേ ചെയ്തു. എന്നിട്ട് മണ്ണും ചകിരിയും ചാണകവും കൂടെ മിക്സ് ചെയ്ത് ലെവലാക്കി ഇട്ടിട്ട് ഞാറ് നടുന്നതുപോലെ ഓരോ തൈകളും എടുത്താണ് ഇത് നട്ടത്. ഇത് നട്ട ഉടനെയുള്ള വ്യൂ ആണ്. ഈക്വൽ ഡിസ്റ്റൻസിൽ ചെറിയ ചെറിയ കുഴികളിട്ട് അതിലാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മണ്ണും കാണാൻ പറ്റും. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ഗ്രീനറിയായി. എല്ലാ മണ്ണും അടിയിലായി, ചെടികളെല്ലാം വളർന്ന് നല്ല ഭംഗിയായിട്ട് പുല്ല് നിൽക്കുകയാണ്. ഇതാണ് പേൾ ഗ്രാസിൻ്റെ, അതായത് ബഫല്ലോ ഗ്രാസിൻ്റെ ഗുണം. നമ്മൾ വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട, അത് തന്നെത്താനെ വളർന്നു. ഫുൾ ടൈലാക്കി കഴിഞ്ഞാൽ പകലത്തെ ചൂട് മുഴുവൻ അത് അബ്സോർവ് ചെയ്തിട്ട് ഈവനിങ് ആകുമ്പോൾ റിലീസാണ്. അപ്പോൾ നമുക്ക് ഈ പിന്നേരോ വീടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത അത്ര ചൂടായി. ഞങ്ങളുടെ വാഴകളും കൃഷികളും, അതായത് ചെറിയ കപ്പ, ചേന, ചേമ്പ് എല്ലാം ഉണ്ട്. അതെല്ലാം ഈ ഗാർഡൻ്റെ പുറകിലായിട്ടാണ്. അതുപോലെ തന്നെ കിണറും ഇവിടെയാണ്. അപ്പോൾ മോട്ടർ അടിക്കാൻ വേണ്ടി നമ്മൾ ഈ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ഒരേ വഴി കൂടെ ചവിട്ടി നടക്കുമ്പോൾ ആ സൈഡിലത്തെ പുല്ലെല്ലാം ചീത്തയാണ്. അതുകൂടെ മനസ്സിലെടുത്താണ് നമ്മൾ ഈ ടൈലിവിടെ ഒരു വാക്ക് വേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ ഒരു കാല് നീട്ടി വെച്ചാൽ ടൈലിലെത്തണം. അങ്ങനെയാണ് നമ്മൾ അതിനുള്ള ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഒരു ടൈലിൽ നിന്ന് അടുത്ത ടൈലിലേക്കുള്ള ഗ്യാപ്പ് അതാണ്. ഒരു കാല് നീട്ടി വയ്ക്കുമ്പോൾ ഈ ടൈലിൻ്റെ മുകളിൽ കൂടെ കയറി കിടക്കുന്ന ഈ ഗ്രാസിന് നമുക്ക് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു സിസേഴ്സ് വെച്ചിട്ട് ആ എക്സസ് ടൈലിൻ്റെ മുകളിൽ കൂടെ ഉള്ള ആ പുല്ലെല്ലാം കട്ട് ചെയ്ത് കളയാം. നമ്മൾ മീൻ വെട്ടാനൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സെയിം കത്രിക തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ എക്സസ് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്നത് ബഫല്ലോ ഗ്രാസാണ്. സ്ക്വയർ ഫീറ്റിന് വെറും 15 രൂപ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പലരും വളരെ ലോ മെയിൻ്റനൻസുമാണ്. രാവിലെയും വൈകിട്ടും ഓരോ പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. പശുക്കളൊക്കെ തിന്നുന്ന സെയിം ബഫല്ലോ ഗ്രാസ് തന്നെയാണ് ഇത്. പെട്ടെന്ന് വേര് പിടിച്ച് ഇത് പടർന്നു വരുന്നത് കൊണ്ട് നമുക്ക് അടിയിൽ നിന്ന് വേരോടുകൂടി കുഴിച്ചെടുത്താൽ മാറ്റി പല പോർഷനിലേക്ക് നടാവുന്നതുമാണ്. അത്രയ്ക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാസാണിത്. മെക്സിക്കൻ ഗ്രാസൊക്കെ ഭയങ്കര ബുഷിയായിട്ട് വളരും. അതിനടിയിൽ പാമ്പോ വല്ലതും കയറിച്ചതാൽ നമ്മൾ അറിയുക പോലും ഇല്ല. ഈ ബഫല്ലോ ഗ്രാസിന് സ്ക്വയർ ഫീറ്റിന് 15 രൂപയേ ഉള്ളൂ. മെയിൻ്റനൻസ് വളരെ കുറവ്. വേറെ മെക്സിക്കൻ ഗ്രാസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഭയങ്കര എക്സ്പെൻസീവുമാണ്. അറ്റ് ദ സെയിം ടൈം ഹൈ മെയിൻ്റനൻസുമാണ്. നമ്മുടെ പുല്ലിൻ്റെ വെളിയിലായിട്ട് മണ്ണിൽ തന്നെയാണ് നമ്മൾ ചെടി നട്ടിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂ കാണുന്നത് കലാത്തിയാണ്. ഈ കലാത്തിയയുടെ ലോങ് ആൻഡ് ബ്രോഡ് ലീവ്സാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ഫെൻസിങ് പോലെ ആക്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് സിറ്റിയിലൊക്കെ നേരെ ഓപ്പോസിറ്റ് വീടുകളാണ്. അപ്പോൾ ഇതൊരു ഫെൻസിങ് തന്നെയാണ്. ഈ ഗാർഡൻ്റെ ഡിസൈന് ആരും നമുക്ക് പ്രൊഫഷണൽ ഡിസൈനേഴ്സ് ഇല്ലായിരുന്നു. അതായത് ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പുകാരോ ഒന്നും ഇടപെട്ടിട്ടില്ല. പിൻട്രസ്റ്റിൽ നിന്നും പിന്നെ പല പല വീഡിയോസ് കണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ പല ഐഡിയാസ് എടുത്ത് അതിനെ നമ്മൾ ഒന്നിച്ചാക്കി ജോലിക്കാരെ കൊണ്ട് ചെയ്യിച്ചെടുക്കുകയാണ്.
ഇപ്പോഴുള്ളത് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വളരെ ഫ്രീ ആണ്. ബഫലോ ഗ്രാസ് ആയതുകൊണ്ട് കാര്യമായ മെയിൻ്റനൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും, രാവിലെയും വൈകിട്ടും വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഞങ്ങളുടെ ഗാർഡൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. നമ്മുടെ കാർ ഷെഡുകൾ അങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് പുല്ല് കൊടുത്താൽ ഈ കാർ ഷെഡിലേക്ക് വണ്ടി പോകുമ്പോൾ ഡെയിലി ടയർ കയറി ഇറങ്ങി അത് മുഴുവൻ ചീത്തയായിപ്പോവും. അതുകൊണ്ടാണ് നമ്മളിവിടെ ടൈല് കൊടുത്തത്. ഇത് നമ്മുടെ പ്ലാവാണ്. ഈ പ്ലാവിൻ്റെ അടിയിൽ എന്ത് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പെബിൾസ് ഇട്ട് കൊടുക്കാം എന്നുള്ളൊരു ഐഡിയ വന്നു. പക്ഷേ പെബിൾസ് കാണുമ്പോൾ ഉള്ള ആദ്യത്തെ ഭംഗി മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇതിൽ മുഴുവനും പായലാകും. അതുപോലെ തന്നെ വെയിലും മണ്ണും പൊടിയും എല്ലാം കൂടെ കഴിയുമ്പോഴേക്കും കുറച്ച് ദിവസം ഇതിൻ്റെ കളറെല്ലാം മാറും. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ചത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കച്ചോലമാണ്, ആയുർവേദത്തിൻ്റെ കച്ചോലം. ഇതിന് അധികം വെയിലൊന്നും വേണ്ട, നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഏത് മരത്തിൻ്റെ അടിയിലും ഇത് വളർന്നോളും. വെയിൽ വേണ്ടാത്തതുകൊണ്ട് ആ തണൽ തന്നെ മതി അതിന് വളരാനായിട്ട്. ജാതിയുടെ അടിയിലും ഞാൻ ഈയിടെ വെച്ച് കൊടുത്തതാണ് ഈ കച്ചോല. അപ്പോൾ ഇതേ പിടിച്ചു വരുന്നുണ്ട്, റൂട്ടൊക്കെ ആയി തുടങ്ങി. ഇതാണ് രാത്രിയിലുള്ള ഞങ്ങളുടെ മുറ്റത്തിൻ്റെ വ്യൂ. ഈ ഗാർഡൻ ലൈറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ വോളിലെല്ലാം ലൈറ്റ്സ് കൊടുത്തിരിക്കുക. പുല്ലുകൾ നല്ല രീതിയിൽ വളർന്ന് നിൽക്കുന്നു. ഈ പുല്ലിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പകൽ ഈ വീടിനകത്തോ തിന്നലോ ഒട്ടും ചൂടില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ടിൽ നെക്സ്റ്റ് വീഡിയോ.